ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. അപ്പൊ നമ്മള് ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി ചാപ്റ്റർ 6 നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്ത് കിടക്കുകയാണ്. റേഷ്യോസ്, ട്രിഗണോമെട്രി റേഷ്യോസിൽ. ഓക്കെ, അപ്പോ നമുക്കൊരു സാർ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ആദ്യം ഇപ്പൊ ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇത്ര മതി. 2 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു സാറ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ. സപ്പോസ് ദ ആംഗിൾ ഇസ് 45 ഡിഗ്രി. ഓക്കെ, ഈ 2 സെന്റിമീറ്റർ ഉള്ള ഈ പോയിന്റിൽ നിന്ന് സാർ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ, ദാറ്റ് മീൻസ് ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി ആണ്. പേരുടെയാണ് സാർ എ ബി, സപ്പോസ് സി. ക്ലിയർ. ഈ ലൈൻ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, അതുപോലെ ഈ ലൈൻ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ ഇവിടെ ഇത്രയും വരയ്ക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ എനിക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. 45 ഡിഗ്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് തന്നെയായിരിക്കും ഇവിടെ വരും, 2 സെന്റിമീറ്റർ. ക്ലിയർ? യെസ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഹൈറ്റ്. ഇതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ആ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്, ബേസ് ആണ്, ബേസ്. ഓക്കെ, ക്ലിയർ. ആ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. അപ്പൊ ഈ ഹൈറ്റും ബേസും തമ്മിലുള്ള റേഷ്യോ ഒന്ന് സാറോട് എഴുതാൻ പോവുകയാണ്. ഹൈറ്റ് ഡിവൈഡഡ് ബൈ ബേസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇവിടെ 2 ആണ്, ബേസും 2 ആണ്. സോ 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? ഓക്കെ, ഇനി സാറ് ഇതിന്റെ ഒരു ഡബിള് ഇൻറ്റു 2, അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഡബിൾ ഇച്ചിരി വലുതാക്കി വരയ്ക്കുകയാണ്. അപ്പൊ അവിടെ 2 സെന്റിമീറ്റർ എന്നുള്ള സാർ 4 സെന്റിമീറ്റർ ആക്കും. അപ്പൊ എന്റെ എ ബി എന്ന് പറയുന്നത് ആക്ച്വലി എത്ര സെന്റിമീറ്റർ ആണ്? ഇപ്പോ ഇതിന്റെ ഡബിൾ ആണ്, 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ ഡബിൾ ആണ് സാർ ഇവിടെ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇതേ സെയിം ആംഗിളിൽ സാർ എന്താണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, 45 ഡിഗ്രി, സെയിം ആംഗിൾ. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, ദിസ് ഇസ് 90 ഡിഗ്രി. അപ്പോ ഇവിടെ 4 ഉണ്ടെങ്കിൽ ഇത് എത്രയാണ്? എനിക്കുള്ള 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഇവിടെയുള്ള ഇത് ഹൈറ്റ് ആണ്, ഇതെന്താണ് ബേസ് ആണ്. ഓക്കെ, ഈ ഹൈറ്റും ബേസും തമ്മിലുള്ള റേഷ്യോ സാറ് കാണുന്നത് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ബേസ് 4 ഡിവൈഡ് ബൈ 4 അഗെയിൻ 1. മനസ്സിലായോ? അപ്പൊ 45 ഡിഗ്രി ആംഗിളില് നിങ്ങൾ എത്ര നീളവും എത്ര രീതി വരച്ചാലും ഹൈറ്റും ബേസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ബേസ് ആൾവേസ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? രണ്ടുപേരും വന്നാ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും സാറ്? ഇതെങ്ങനെ ഈ ഒരു വശം കണ്ടുപിടിക്കും? ഇത് 2 ആണ്, ഇത് 2 ആണെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എത്ര വരാ? റൂട്ട് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 4 റൂട്ട് 8 ആണ് എനിക്ക് ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു വശം എന്ന് പറയുന്നത് റൂട്ട് 8 ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ഒരു വശം നോക്കി, ഈ ഒരു വശം ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ റൂട്ട് ഓഫ് π/0 അനുസരിച്ച് ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, അതായത് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് 16 പ്ലസ് 16 അല്ലെ? ദാറ്റ് ഈസ് റൂട്ട് എന്താണ് 32. റൂട്ട് 32. റൂട്ട് 32 കാണാൻ നിങ്ങൾ എന്താണ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ എങ്ങനെയാക്കി എഴുതണം? 16 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 16 എത്ര? 4, 4 റൂട്ട് 2. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 4 റൂട്ട് 2. ക്ലിയർ? ഇതുപോലെ റൂട്ട് 8 ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 8 എങ്ങനെയാണോ? റൂട്ട് 8 ഇസ് ഈക്വൽ ടു റൂട്ട് 4 ഇൻറ്റു 2, ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 2 ഇസ് ഈക്വൽ ടു റൂട്ട് 4 2 ആണ്, 2 റൂട്ട് 2. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 2 ആണ്. അപ്പൊ 2 റൂട്ട് 2 പിന്നെന്താണ് 4 റൂട്ട് 2. ഇതാണ് നമ്മുടെ ഈ ഒരു വശം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് മാച്ചളഞ്ഞാൽ അത് മാത്രം മതിയേ സാർ. ബാക്കിയൊക്കെ മാച്ചളയന് ഓൺലി ദാറ്റ് വാല്യൂ, ആ വാല്യൂ മാത്രം നമുക്ക് മതി, അത് മാത്രം ഇവിടെ എഴുതിയാൽ. ഓക്കെ, സോ ഹിയർ 2 റൂട്ട് 2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4 റൂട്ട് 2. ഓക്കെ, ഇവിടെ 2 എന്നുള്ള ഡബിൾ 4 അല്ലെ? അതുപോലെ ഈ 2 ഡബിൾ ആയി 4. ഇവിടെ 2 റൂട്ട് 2 4 റൂട്ട് 2 ആയില്ലേ, ഡബിൾ ആയില്ലേ? അതായത് ഇത്ര ചിന്തിച്ചു നിങ്ങൾ ഇതിന്റെ ഒരു പിക്ചർ മൊബൈലിൽ എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്യും. അപ്പൊ ഇങ്ങനെയാവും, കണ്ടോ? അപ്പൊ ഇതിങ്ങനെ നമ്മൾ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെയാവും, എന്നിട്ട് ഷേപ്പിൽ ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. അതിന്റെ റീസൺ എന്താ? റീസൺ എന്താന്ന് ചോദിച്ചാല് ഇത് രണ്ടും എന്താണ്? സിമിലാർ ട്രയാങ്കിൾ ആണ്, സിമിലാർ ആണ്. എന്താണ് സിമിലാർ കാരണം? ഇവിടെ 45 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്, 90, ഇവിടെ 90, ഇവിടെയും 45 ആണ്, ഇവിടെയും എന്താണ് 45 ആണ് മക്കളെ.
അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 45 ഡിഗ്രി ഉള്ള ഇങ്ങനെ 45 ഡിഗ്രി ഉള്ള എല്ലാ സിമിലാർ ട്രയാങ്കിളിന്റെയും ഹൈറ്റും ബേസും തമ്മിലുള്ള റേഷ്യോ ഒന്നായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇവരുടെ ഹൈറ്റും ഈ നീളം കൂടിയ വശം, അതായത് 90 ഡിഗ്രിക്ക് നേരെയുള്ള വശം, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോനിയസ്. ഓക്കെ. അപ്പൊ ഹൈറ്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ നോക്കാം. ഹൈറ്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ, ഇവിടെ ഹൈറ്റ് 2 ആണ്, ഹൈപ്പോട്ടനസ് 2√2 ആണ്. 2/2 ക്ലിയർ? സോ വാട്ട് ഹാപ്പൻ ദിസ് 2 get cancel, ആൻസർ is 1/√2. ഈ ചെറിയ ട്രയാങ്കിൾ. ഇനി വലിയ ട്രയാങ്കിൾ വരുമ്പോഴും ഇതുപോലെ ഹൈറ്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ നോക്കാം. ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, ദാറ്റ് ഈസ് 4ഉം 4√2 ആണ് മക്കളെ. 4 divided by 4√2. 4 get cancel again 1/√2. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത് ഞാൻ ഇപ്പുറത്തും വരും, ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, കാരണം രണ്ട് സെയിം വാല്യൂ ആയതുകൊണ്ട് ബേസും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ ഇത് തന്നെ വരും. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ബേസും ഹൈപ്പോട്ടനസും സെയിം തന്നെ വരും. 2/√2 = 1/√2. ഓക്കെ, ബേസും ഹൈപ്പോട്ടനസും ഇവിടെ എന്താണ്? 4/4√2. 4 get cancel 1/√2. സോ വാട്ട് ഈസ് ദ പോയിന്റ്? പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ എത്ര വലുതായാലും എത്ര ചെറുതായാലും അതിലെ ആംഗിൾസ് സെയിം ആണോ? അതിന്റെ ആംഗിൾസ് സെയിം ആണോ എങ്കിൽ സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റും ഹൈപ്പോട്ടനസും തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന അതേ സംഖ്യ, അതായത് 1/√2 തന്നെയായിരിക്കും വലിയ ത്രികോണത്തിന്റെ ഹൈറ്റും ഹൈപ്പോട്ടനസും തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ഇത് രണ്ടുപേരുടെയും റേഷ്യോ സെയിം ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഏറ്റവും ചെറിയ ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുപോലത്തെ എത്ര വലിയ ട്രയാങ്കിളിന്റെയും റേഷ്യോ നിങ്ങൾക്ക് ആ ചെറിയ ട്രയാങ്കിളിന്റെ റേഷ്യോ തന്നെ ആയിരിക്കുമെന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ 45 ഡിഗ്രിക്ക് സെപ്പറേറ്റ് പഠിക്കുന്നത്, സ്പെഷ്യൽ ട്രയാങ്കിൾ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഈ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എന്താണ് ഇതിന്റെ ഐഡിയ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് സാർ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇനി നമുക്ക് 3 സ്പെഷ്യൽ ട്രയാങ്കിൾ പഠിക്കാനുണ്ട്, സ്പെഷ്യൽ ആംഗിൾസ്. ഓൾറെഡി സാർ പഠിപ്പിച്ചു കഴിഞ്ഞു, ഫസ്റ്റ് വീഡിയോ കണ്ട കുട്ടികൾക്ക് അറിയാം. എന്നാലും നമ്മൾ അതിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു സെക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ട്രിഗണോമെട്രിക്ക് വരുന്നത്, സൈനും കോസൊക്കെ വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. നമ്മളത് ഓൾറെഡി എല്ലാം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികൾ പാർട്ട് 1 കാണാം. അവിടെ നമ്മൾ ഈ പറയുന്ന ആംഗിൾസും റേഷ്യോസും 6 ട്രിഗണോമെട്രിക് വാല്യൂസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോ സ്പെഷ്യൽ ട്രയാങ്കിൾസ് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പൊ മക്കൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കുക. അതിനുശേഷം ഇവിടെ 45 അടയാളപ്പെടുത്തുക, ഇവിടെ 45 അടയാളപ്പെടുത്തുക. ഇത് 1, ഇത് 1, ഇത് √2. ഇതാണ് അതിന്റെ റേഷ്യോ. അതായത് 1:1:√2. ഇത് പഠിച്ചു നോക്കാം കേട്ടോ. അടുത്തത് 60 ഡിഗ്രി ആംഗിൾസ് അടയാളപ്പെടുത്തുക. ഇത് 60, ഇവിടെ 30 അടയാളപ്പെടുത്തുക. ദിസ് ഈസ് √3. ഇത് 1, ഇത് 2. അതായത് 1:√3:2. ഇതാണ് ഇതിന്റെ റേഷ്യോ. ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കണം. ഇങ്ങനെ വരച്ചിട്ട് കാണാപ്പാടം പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി നോക്കൂ കേട്ടോ, സാർ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഈ ട്രയാങ്കിളില് സാർ ഒരു പേരിടുകയാണ് ABC. ഓക്കെ, ഞാൻ ഈ ഒരു ആംഗിളാണ് എടുത്തത്. സപ്പോസ് ഈ ഒരു ആംഗിളിൽ ഞാൻ എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതിന് വേണമെങ്കിൽ എനിക്ക് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർ യു ക്യാൻ സേ തീറ്റ. ഇങ്ങനെ വായിക്കുന്നതിന് തീറ്റ. അപ്പോ ഇതിന്റെ നേരെയുള്ള വശം, അതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഓപ്പോസിറ്റ്, OPP, അതായത് ഓപ്പോസിറ്റ് സൈഡ്. ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വശം, അതാണ് അഡ്ജസെന്റ് സൈഡ്. 90 ഡിഗ്രിക്ക് നേരെയുള്ള വശമാണ് എപ്പോഴും നമ്മൾ ഇത് വിളിക്കുന്നത് ഹൈപ്പോട്ടീനിയസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാര്യം ഒരിക്കലും തെറ്റാൻ പാടില്ല. ഏതിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ? ആംഗിൾ സീനെ ബേസ് ചെയ്ത് പറയുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഞാനിവിടെ സൈൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് സൈൻ, ഒന്നാമത്തെ പാഠത്തിൽ സൈൻ ഓഫ് ആംഗിൾ എ, ആംഗിൾ സി, സൈൻ സി. അപ്പൊ ആംഗിൾ സി എഴുതേണ്ട ആവശ്യമില്ല. സൈൻ സി ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഹരിക്കണം. ഇതും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈൻ എന്ന് വിളിക്കുക.
അതായത് ഈ ആംഗിളിന്റെ നേരെയുള്ള വശവും പിന്നെ ഹൈപ്പോട്ടിനസ് മാറൂല. അപ്പോ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഓപ്പോസിറ്റ് OPP ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ഈക്വൽ ടു ഇവിടെ ആരാണ്? AB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്താണ് ഇവിടെ? AC. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ റേഷ്യോ. അടുത്തത് കോസ് ആംഗിൾ കോസ് സി എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് അടുത്ത് കിടക്കുന്ന വശത്തിനെ സമീപ വശത്തിനെ ഹൈപ്പോട്ടിനസ് കൊണ്ട് ഹരിക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ BC ആണത് BC ഡിവൈഡഡ് ബൈ AC. ഓക്കെ. ആൻഡ് ദ തേർഡ് വെരി ഇമ്പോർട്ടന്റ് റേഷ്യോ ആണ് അടുത്തത് ടാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈപ്പോട്ടിനസ് ഇനി ഒഴിവാക്കുക, അത് വേണ്ട നമുക്ക്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ്, എതിർവശവും അടുത്തുള്ള വശവും തമ്മിൽ ഹരിക്കണം. തിരിച്ചു ചെയ്ത വേറെ റേഷ്യോ ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ AB ആണ്. അപ്പൊ AB ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ BC ആണ്. മക്കളെ ഈ 3 റേഷ്യോ ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റും വരും. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ആയിരിക്കും പേര്. സൈനിന്റെ പേര് കൊസീക്ക് എന്നും കോസിന്റെ പേര് സീക്ക് എന്നും ടാന്റെ പേര് കോട്ട് എന്നും വരും. പക്ഷെ അത് നമുക്ക് പഠിക്കാനില്ല. ഉയർന്ന ക്ലാസ്സിൽ +1 പഠിക്കും. എന്നാലും നമ്മുടെ പാർട്ട് 1 സാർ ഈ 6 റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കൺഫ്യൂഷൻ ആയി പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയാണ്, അത് തിരിച്ചിട്ടാലും മതി, അങ്ങനെ ചിന്തിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് 6 നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ 6 പഠിച്ചു കൂട്ടിക്ക് അറിയാം. ലാസ്റ്റത്തെ 3 വേറെയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓർഡർ ഒരിക്കലും തിരിയാൻ പാടില്ല. അപ്പൊ ഇതെങ്ങനെ പഠിക്കണം മക്കളെ? ഇങ്ങനെ പഠിക്കണം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് സൈൻ തീറ്റ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അങ്ങനെ പഠിക്കും. സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ പഠിച്ചു, അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പഠിച്ചു. ഓക്കെ. കോസ് തീറ്റ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് തീറ്റ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് തീറ്റ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് തീറ്റ ഇങ്ങനെ പഠിക്കണം. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാ, മനസ്സിലായ? ഇനി ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ല അങ്ങനെ പഠിക്കണം. ടാൻ തീറ്റ ഈക്വൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഈക്വൽ ടാൻ തീറ്റ കണ്ടോ? യെസ്. ഇത് ക്ലിയർ ആയ കുട്ടിക്ക് ഇനി സപ്പോസ് ദ ആംഗിൾ ചേഞ്ചസ്, ഈ ആംഗിൾ എല്ലാം ഈ ആംഗിൾ വെച്ചിട്ടല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ആംഗിൾ വെച്ചാണ്. ആംഗിൾ എ വെച്ച് പറയുമ്പോൾ മക്കളെ നിങ്ങൾ എല്ലാം മാറ്റേണ്ടി വരും. ഇത് മാറില്ല. ഹൈപ്പോട്ടിനസ് മാത്രം മാറില്ല, അത് അവിടെ തന്നെ ഇല്ല. ഇങ്ങനെ ഇതിന്റെ നേരെയുള്ള വശം നിങ്ങൾ ഇവിടുന്ന് താഴെ ഇതിന്റെ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ഇപ്പോ ഓപ്പോസിറ്റ് സൈഡ്. ഇതിന്റെ അടുത്ത് കാണുന്നതാണ് ഇപ്പോ അഡ്ജസന്റ് സൈഡ്. മക്കളെ അപ്പൊ പേര് മാറി, സി മാറി, എന്താണ്? എല്ലാം എ ആയി. സൈനെ, കോസെ, ടാനെ. എ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ആംഗിൾ. ഞാൻ ഇവിടെ തീറ്റ എന്നാണ് കൊടുത്തതെന്നായിരിക്കും. അപ്പൊ ഇവിടേക്ക് എന്താക്കും? തീറ്റ, സൈൻ ടി, കോസ് ടി, ടാൻ തീറ്റ. ഇവിടെ എക്സ് എന്നാണെങ്കിൽ ഇവിടേക്ക് എന്താക്കും? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. കിട്ടിയോ? ഇതും മാറില്ല, റേഷ്യോ മാറില്ല, ബട്ട് പേര് മാറി. നോക്കിയേ, എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? ഇപ്പൊ ഇവിടെ BC ആണ്. ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനസ് കൊണ്ട് ഹരിക്കുന്നതാണ് സൈൻ. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റിന്റെ പേര് ഇവിടെ BC ആണ്. അപ്പൊ AB മാറ്റി എന്താക്കുക? BC ആക്കുക. ഓക്കെ. ഇത് രണ്ടാമത് എഴുതാം. വേറെ കണ്ടോ, ഇതുപോലെ ഒരു പടം കൂടി വരച്ച് A എന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് എഴുതാം കേട്ടോ. ആദ്യം തന്നെ തിരുത്തരുത്. ഇനി അടുത്തത് കോസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്. ഇവിടെ അഡ്ജസന്റ് ഇതാണ്. ശ്രദ്ധിച്ചോ? പല കുട്ടികൾക്കും തെറ്റിപ്പോവും. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കണം. നമ്മൾ ഈ ആംഗിളിൽ വെച്ച് പറയുമ്പോൾ ഇതിന്റെ അഡ്ജസന്റ് ഇതാണ്. ഓക്കെ. അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറയുമ്പോൾ AB ആണ് ഇപ്പോൾ അഡ്ജസന്റ് സൈഡ്. പേര് മാറി മക്കളെ, ഹൈപ്പോട്ടിനസ് മാറിയിട്ടില്ല. AB ക്ലിയർ? ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ, ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഹൈപ്പോട്ടിനസ് അവിടെ ഇല്ല. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് BCയും അഡ്ജസന്റ് എന്ന് പറയുന്നത് ABയുമാണ്. അപ്പൊ ഇത് നേരെ ഉൾട്ട വരും, BC ബൈ AB. മനസ്സിലായോ? അപ്പൊ മക്കളെ ഈ 3 റേഷ്യോ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഏത് ആംഗിൾ വെച്ചാണ് നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഏത് ആംഗിളിനെ ബേസ് ചെയ്താണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ. യെസ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മോളിൽ എഴുതിയിരിക്കുന്ന ട്രയാംഗിൾസിന്റെ വാല്യൂസ് ഒന്ന് സ്റ്റേബിളൈസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതങ്ങോട്ട് പഠിക്കണം. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ കൂടി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? എഴുതാൻ പോവുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് സൈൻ. ഇവിടെ സാറ് ആംഗിൾ തീറ്റ എന്ന് കൊടുക്കുകയാണ്. കണ്ടോ? ആംഗിൾ തീറ്റ. അപ്പൊ സൈൻ ആണ്.
അടുത്തത് എന്താണ് കോസ്, മൂന്നാമത്തത് ടാൻ. അങ്ങനെ 3 ആംഗിൾ കേട്ടോ, സൈൻ കോസ് ടാൻ. ഓക്കെ, അപ്പൊ ടീറ്റ ഇത് ആംഗിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ടീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണ് എഴുതുന്നത്. സോറി, ആംഗിൾ ടീറ്റ എന്ന് പറയുന്നത് ഇവിടെ 45 ഡിഗ്രി ആണ്. ഇനി അടുത്തത് 30 ഡിഗ്രി ആണ്. ഓക്കെ, അടുത്തത് 60 ഡിഗ്രി. ഈ 3 ആണോ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, നോക്കിയോളൂ, ശ്രദ്ധിച്ചോ. ടീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ, ഓക്കെ, ഇത് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സൈൻ എന്താണെന്ന് നോക്കാം. സൈൻ 45. അപ്പൊ ആദ്യം എന്ത് അറിയണം? സൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അല്ലെ. അതിന് ഈ ഒരു വാക്ക് ആലോചിക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടീനസ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഇത് പഠിച്ചു നോക്കുക. ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് ലോകം മൊത്തം ഉപയോഗിക്കുന്ന ഒരു സംഭവം. സോ ഹാട്ടോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്? അങ്ങനെ സോ ഹാട്ടോ. ഓക്കെ, സോ SOH, സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ്. കോസ് ഈസ് ഈക്വൽ ടു അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടീനസ്. ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഇത് ഓർത്തിരിക്കുന്ന കുട്ടിക്ക് ഓർക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ആദ്യം സൈൻ ആണ് ചെയ്യാൻ പോകുന്നത് സാറ്. സൈൻ 45 കാണാൻ ചോദിക്കുമ്പോൾ 45ന്റെ ഈ ഒരു ട്രയാങ്കിൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിന്റെ എല്ലാ ആംഗിൾസും അതിന്റെ 45ന്റെ നേരെയുള്ളതൊക്കെ 1 ആണെന്നും ഹൈപ്പോട്ടീനസ് √2 ആണെന്നും ആലോചിക്കാം. അതിനുശേഷം സൈൻ ചോദിക്കുമ്പോൾ 45ന്റെ നേരെ ആലോചിക്കാം. സൈൻ ഓപ്പോസിറ്റ് 1 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ് √2. കണ്ടോ? അടുത്ത് കോസ് ചോദിക്കുമ്പോൾ 45ന്റെ അടുത്തുള്ള വശം, ഇത് ഏത് 45 എടുത്തും ചെയ്യാം, 2 45 കൊണ്ട് കുഴപ്പമില്ല. അടുത്തുള്ള വശവും ഒന്ന് തന്നെ, എന്താണ് ഹൈപ്പോട്ടീനസ്. കണ്ടോ? അപ്പൊ കോസ് ചോദിക്കുമ്പോൾ അഡ്ജസെന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ്. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റും അഡ്ജസെന്റ് സെയിം ആയതുകൊണ്ട് സെയിം വാല്യൂസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ഇനി ടാനോ? ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. അതായത് ഓപ്പോസിറ്റ് ഇതാണ്, അഡ്ജസെന്റ് ഇതാണ്. 1 ഡിവൈഡ് ബൈ 1 അല്ലെ. അപ്പൊ അത് ചുരുക്കി നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി വേറൊരു രീതിയിലും ടാൻ കിട്ടും മക്കളെ. ശ്രദ്ധിച്ചൊരു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതായത് ഈ ടാൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതിനെ ഇത് വെച്ച് ഹരിച്ചാൽ മതി. ഇത് രണ്ടും അറിയാമെങ്കിൽ ടാൻ കണ്ടുപിടിക്കാൻ ഇതേ ഡിവൈഡ് ബൈ ഇത് രണ്ട് സെയിം അല്ല, വെട്ടിപ്പോവും, 1 കിട്ടും. കിട്ടിയോ? കിട്ടി. ഇനി അടുത്തതിലേക്ക് പോവാം. 30 ഡിഗ്രി. 30 ഡിഗ്രിക്ക് വരുമ്പോ ഓപ്പോസിറ്റ് സൈഡ്, 30ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും, ഓക്കെ, 30ന്റെ അഡ്ജസെന്റ് സൈഡ് ഇതുമാണ്. ആ കാര്യം മറക്കരുത്. ഇതെന്താണ്? ഹൈപ്പോട്ടീനസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യം സൈൻ ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ്. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 2. സോ 1/2. ഓക്കെ, ക്ലിയർ? അടുത്തത് കോസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അഡ്ജസെൻസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനസ്. അതായത് √3 ഡിവൈഡ് ബൈ 2, √3/2. ഓക്കെ, അടുത്തത് എന്താണ് മക്കളെ? ടാൻ ആണ്. സാർ പറഞ്ഞില്ലേ ടാൻ കാണാനായിട്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈനിനെ കോസ് കൊണ്ട് ഹരിക്കാം. ഇവിടെ ഇത് രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ വെട്ടിപ്പോവും, മുകളിലുള്ളത് താഴേക്ക് എടുത്ത് എഴുതാം. അതായത് 2 വെട്ടിപ്പോയി 1 ഡിവൈഡ് ബൈ 3, 1 ഡിവൈഡ് ബൈ √3. ഇതാണ് ആൻസർ വരാം. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മക്കളെ, ശരിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് 1 ഡിവൈഡ് ബൈ √3. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മക്കളെ. ഇനി 60ലേക്ക് പോവാം. 60 വരുമ്പോൾ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ഒക്കെ മാറി മക്കളെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. 60 വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മാറി, ഇതൊക്കെ മാറി. കണ്ടോ? 60യുടെ ഓപ്പോസിറ്റ് ഇതാണ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഓക്കെ, 60യുടെ അഡ്ജസെന്റ് ഇവിടെയാണ്, അത് 1 ആണ്. ഇതാണ് ഇനി അഡ്ജസെന്റ് സൈഡ്. ഓക്കെ, ഇനി പറയാം നമുക്ക് 60 ഡിഗ്രിനെ വെച്ച് പറയാം മക്കളെ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ് സൈൻ തീറ്റ. സൈൻ 60, സൈൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ്. ദാറ്റ് ഈസ് √3/2. √3/2. ഓക്കെ, √3/2. ഇനി cos 60. cos 60 എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനസ്. അഡ്ജസെന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനസ്. ദാറ്റ് ഈസ് 1/2. കിട്ടിയോ? കിട്ടി. ഇനി മക്കളെ ടാൻ കാണാനുള്ള എളുപ്പമാർഗം എന്താണ്? ഈ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിനോമിനേറ്റർ വെട്ടിപ്പോ. ഇപ്പൊ √3/1 വരും. √3/1 എന്ന് പറഞ്ഞാൽ √3 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് √3. ഇനി അല്ല, അങ്ങനെ ഞാൻ ഹരിക്കുന്നില്ല സാർ, എനിക്ക് നേരിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് നോക്കൂ. ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എന്താണ്? അഡ്ജസെന്റ്. ഇവിടെ ഓപ്പോസിറ്റ് ആരാണ്? √3 ആണ്. അഡ്ജസെന്റ് 1 ആണ്. √3/1. ദാറ്റ് ഈസ് ഈക്വൽ ടു √3. ക്ലിയർ? അപ്പൊ എന്തിനാണ് സാർ ഇത് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പല കണക്കുകളും, പ്രത്യേകിച്ച് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാണാപ്പാടം അറിഞ്ഞിരിക്കണം.
മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ സാറ് ഈ ടേബിൾ ഒന്ന് പറയാം, കാണാപ്പാഠം പറയാം ഒന്ന്. അതെ, സാറിന്റെ മൈൻഡിൽ ഇതാണ്. അപ്പൊ സാറ് നിങ്ങൾ ചോദിക്കുന്നു എന്ന രീതിയിൽ സാറ് പറയുന്നത് ബോർഡിൽ നോക്കാതെ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. സൈൻ 45 ഇസ് ഈക്വൽ ടു, ഞാൻ എങ്ങനെയാണ് എന്റെ ബ്രെയിനിൽ ചിന്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. sin 45 അപ്പൊ എന്റെ മനസ്സിലേക്ക് ആ ട്രയാങ്കിൾ വന്നു. ഇവിടെ 1, ഇവിടെ 1 √2. ഓക്കെ, 1 √2 ഹൈപ്പോട്ടൻസ് √2. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ് 1 ബൈ √2. ഓക്കെ, cos 45 ഇത് സെയിം ആണ്, സൈൻ്റെ 1 ബൈ √2. tan 45 ഓപ്പോസിറ്റ് ബൈ 1. ഓക്കെ ഓക്കെ, ശരി. ഇനി സാർ വിളിച്ച് ചോദിക്കാം. cos 30 എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ട്രയാങ്കിൾ വന്നു. കണ്ടോ, ട്രയാങ്കിൾ വന്നു. താഴെ 60, മുകളിൽ 30, 30യുടെ താഴെ 1, 60യുടെ നേരെ ഉള്ളത് √3, ഹൈപ്പോട്ടൻസ് 2. ഇതാണ് എന്റെ മൈൻഡിൽ. മനസ്സിലായോ? ചോദിച്ച ചോദ്യം എന്താണ്? cos 30 എന്ന് പറയുമ്പോൾ 30യുടെ അടുത്ത് കിടക്കുന്നത് √3. ഓക്കെ, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പൊ √3/2 ശരിയല്ലേ? √3/2 അല്ലേ? അങ്ങനെ പഠിക്കും. മനസ്സിലായോ? tan 60 എന്ന് പറയുമ്പോൾ ടാനിന്റെ ഓപ്പോസിറ്റ് √3, ടാനിന്റെ അഡ്ജസ്റ്റന്റ് 1 √3. ഇങ്ങനെ ആ ട്രയാങ്കിൾ മൈൻഡിൽ ഇട്ടുകൊണ്ട് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എഴുതിയിട്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി വേറൊരു ട്രിക്ക് കൂടി സാറ് പറഞ്ഞുതരാം. അത് സാറിന്റെ മാത്രം ട്രിക്കാണ്. ആ ട്രിക്ക് നമുക്കൊന്ന് നോക്കാം. വേറൊരു ട്രിക്ക്. പരീക്ഷയ്ക്ക് മക്കളെ നിങ്ങൾ മാത്സ് എക്സാമിന് കയറാൻ പോകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാവില്ല, 15 മിനിറ്റ് സമയം. അപ്പൊ സൈഡിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊന്ന് നിങ്ങൾക്ക് എഴുതിയിടുകയാണെങ്കിൽ എല്ലാത്തിന്റെ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 0 ഡിഗ്രി, ഇത്രയും ഡിഗ്രി ഉണ്ടെന്ന് ഞാൻ. ഓക്കെ, ഇതിന്റെ വാല്യൂസ് ആണ് സാർ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. വാല്യൂസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 0, 1, 2, 3, 1. ഓക്കെ, 0, 1, 2, 3, 1. ഇനിയിപ്പോ ഈ ചെയ്ത് റിവേഴ്സ് ചെയ്യാം. 0, 1, 2, 3, 1. ഓക്കെ, ക്ലിയർ? എന്താ സാർ ചെയ്ത? 0, 1, 2, 3, 1. 0, 1, 2, 3, 1. ഓക്കെ, എല്ലാത്തിന്റെ താഴെ 2 ഇടാം. കണ്ടോ? ഓക്കെ, എല്ലാത്തിനും താഴെ 2 ഇടാം. ഇതിന്റെ ഇടണ്ട, ഇതിന്റെ ഇടണ്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാത്തിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനി മുകളിൽ സംഖ്യയിൽ റൂട്ട് ഇട്ട് വെക്കാം. √3, √2, √3, √1 ആണ്, 1 തന്നെയാണ്, അതുകൊണ്ട് ഇടുന്നില്ല. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ആദ്യത്തെ വാല്യൂ കോസ് ആംഗിളും രണ്ടാമത്തെ വാല്യൂ സൈൻ ആംഗിളും ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇതിനകത്ത് ഈ 0 ഡിഗ്രിയും 90 ഡിഗ്രിയും നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് സാർ അത് തൽക്കാലം മാറ്റി കളയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സിലാണെന്ന് പഠിക്കാനുള്ളത്. അതിന്റെ വാല്യൂസ് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കാണിക്കാനാണ് അതവിടെ എഴുതിയത്. അത് വിടും. ഓക്കെ, അപ്പൊ 30, 45, 60. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടി പറയാം. 30, 45, 60. അപ്പൊ എങ്ങനെ എഴുതണത് ഒന്നുകൂടി സാർ എഴുതേണ്ടത്, ഒന്നുകൂടി ഓർമ്മ കിട്ടാൻ വേണ്ടി. ഇപ്പൊ പരീക്ഷ ഹാളിൽ ഇരിക്കുന്നത് ഞാൻ എഴുതുന്നത് 30, 45, 60, 1, 2, 3, 1, 2, 3, എല്ലാത്തിന്റെയും താഴെ 2. ഓക്കെ ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടു, കോമ √3. ഓക്കെ, ഇത് √2. എത്ര സെക്കൻഡ് വേണം? 10 സെക്കൻഡ് മതി. എന്നിട്ട് എന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഈസ് cos 30? cos 30 ചോദിക്കുക. അപ്പൊ ആദ്യത്തെ വാല്യൂ √3/2 ശരിയാണോ നോക്കിയേ? cos 30 √3/2 അല്ലേ? അതെ. sin 30 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ 1/2. sin 30 1/2 അല്ലേ? അതെ. tan 30 എന്ന് പറഞ്ഞാൽ മക്കളെ ഇതിന് ഇങ്ങോട്ട് ഹരിക്കണം. 1/√3. ശരിയല്ലേ? ഓക്കെ, ഇനി 45 നോക്കണം. 45 അവിടെ നിൽക്കട്ടെ. 60 നോക്കാം. sin 60 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ. സൈൻ രണ്ടാമത്തെ വാല്യൂ, കോസ് ആദ്യത്തെ വാല്യൂ. അപ്പൊ രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ √3/2. sin 60 കിട്ടി. cos 60 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ, ദാറ്റ് ഈസ് 1/2 കിട്ടി. കണ്ടോ? ഇനി
ടാൻ 60 എന്ന് പറഞ്ഞാൽ മക്കളെ ടാൻ ഇതിന് കണ്ടുപിടിക്കണം. എങ്ങനെ? ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യണം. √3/1, അതായത് √3. കണ്ടോ? ഇങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക. അപ്പൊ ഇത് മനസ്സിലായ കുട്ടികൾ ഇത് ഫോളോ ചെയ്യുക. ഈ ടേബിൾ പഠിക്കാൻ കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവര് ടേബിൾ കാണാപ്പാഠം പഠിക്കുക. അല്ല ഇത് രണ്ടും ചെയ്യൂല, ട്രയാങ്കിളിന്റെ റേഷ്യോസ് നോക്കി അത് നോക്കി ഉത്തരം എഴുതാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യാം. എങ്ങനെ ആയാലും ശരി, sin 60, cos 30, cos 60 എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, അല്ലാണ്ട് കണക്ക് തൊടാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാലോ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി വെക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 30, 45, 60, 1, 2, 3, 1, 2, 3 എല്ലാത്തിന്റെയും താഴെ 2. ഓക്കെ, മുകളിൽ റൂട്ട് ഇടാം. ആദ്യം കിടക്കുന്ന വാല്യൂ എന്താണ്? കോസ്. രണ്ടാമത് കിടക്കുന്ന വാല്യൂ എന്താണ്? സൈൻ. അപ്പൊ ചില കുട്ടികൾ സംശയിക്കാം, സാർ ഇത് √2/2 അല്ലേ? √2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 എന്താണ്? ആക്ച്വലി 2 എന്ന് പറഞ്ഞാൽ √2 × √2 അല്ലേ? അപ്പൊ ഇതൊന്നും വെട്ടി പോകുമ്പോ 1/√2 കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, യെസ്. അപ്പോ ഇത്രയാണ് നമുക്ക് ആ പോർഷനിൽ പഠിക്കാനുള്ളത്. വാല്യൂസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല പറയാൻ പോവുകയാണ്. ആ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് കുറെ പണി ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ആ ടേബിളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം sin 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ പെട്ടെന്ന് വരച്ച് 60, 30, 1, √3, 2. ഓക്കെ, sin 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് 1/2. cos 60 എത്രയാണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്, അതും 1/2. അപ്പൊ cos 60യും sin 30യും സെയിം ആണ്. കണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? കിട്ടിയോ? അപ്പൊ സാറ് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, sin 30 = എന്താണ്? cos 60 ഡിഗ്രി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ 30നെ സാറ് നിന്ന് മാറ്റാൻ പോവുകയാണ്. sin 90 - 60 = cos 60. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. sin 30നെ മാറ്റി 30 എന്ന് എഴുതുന്നതിന് പകരം 90 ന് 60 കുറയ്ക്കുന്നതാണെന്ന് എഴുതി. ഓക്കെ, ഈ 30നെ മാത്രം മാറ്റിയിട്ട് sin 30 cos 60 സെയിം. അപ്പൊ അത് അങ്ങനെ sin 30 = cos 60. അത് മനസ്സിലായാലോ? രണ്ടിന്റെ വാല്യൂസ് സെയിം ആയതുകൊണ്ട് ഈ റൈറ്റ് സൈഡ് സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് സെയിം ആയിരിക്കും. അപ്പൊ sin 30 = cos 16. ക്ലിയർ? ഇനി 30ക്ക് പകരം ഞാൻ എഴുതുന്നത് 90 ന്ന് 60 കുറയ്ക്കുന്നത്. 90 ന്ന് 60 കുറച്ചാൽ 30 കിട്ടും. അങ്ങനെ ഏതായാലും 30 എന്ന് എഴുതുന്നതിന് പകരം 90 - 60. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോർമുല കിട്ടി മക്കളെ. എന്താണ് ഫോർമുല നോക്കി? sin 90 ന്ന് 60 കുറച്ചാൽ കോസ് ആ കുറയ്ക്കുന്ന ആളായിരിക്കും ഇവിടെ ആൻസർ വരാം. കണ്ട? ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ sin 90 നിന്ന് ഞാൻ എക്സ് കുറച്ചാൽ ആൻസർ cos x ആയിരിക്കും. ഇത് പഠിച്ചു നോക്കാം. ഓക്കെ, sin 90 - x = cos x. തിരിച്ചും പറയാം, തിരിച്ചും നമുക്ക് പറയാൻ പറ്റും. cos 90 നിന്ന് എന്ത് കുറയ്ക്കുന്നുവോ അത് സൈൻ ആയിരിക്കും. അത് രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഉദാഹരണം, ഇപ്പൊ cos 90 - 20 എന്തിന് ഈക്വൽ ആയിരിക്കും? sin 20 ഈക്വൽ ആയിരിക്കും. കണ്ടാ? cos 90 - 20 പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? sin 20 ഈക്വൽ ആയിരിക്കും. കിട്ടിയോ? യെസ്. അപ്പൊ ആ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. കഴിഞ്ഞിട്ടില്ല. ഇനി സൈൻ ഒന്നുകൂടി പറയാൻ പോകണേ സാർ. 90 - x = cos x എന്ന് സാറ് പറഞ്ഞു അല്ലേ? ഈ 90 മാറ്റി ഞാനിവിടെ 150 ആണെങ്കിലും sin 180 - x എന്ത് വരും? ഇവിടെ സൈൻ തന്നെ വരും. കണ്ടാ? നോക്കിക്കോളൂ. ഉദാഹരണം, sin 180 - 30 ആൻസർ എന്തായിരിക്കും? sin 30. കണ്ടോ? ഈ സൈൻ ഇവിടെ എന്ത് വരുന്നോ അതായിരിക്കും ഫൈനൽ ആൻസർ ഇവിടെ വരും. എന്താണെങ്കിൽ 180 ആണ്. കിട്ടിയോ? അപ്പൊ ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. അതുപോലെ കോസും, cos 180 - x = cos x. അപ്പൊ മക്കളെ 180 വരുമ്പോൾ സെയിം റേഷ്യോ 180 ആണ് ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത് അത് തന്നെ ഇവിടെ എഴുതുക. ഈ വാല്യൂ അതിന്റെ കൂട്ടത്തിൽ എഴുതുക. ഓക്കെ, അങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂസ് വരാം. 90 ആണെങ്കിൽ സൈൻ ആണെങ്കിൽ ഇവിടെ വരുന്നത് സൈൻ അല്ല, 90 ആണെങ്കിൽ നേരെ മറ്റേ ആള് വരും. സൈൻ ആണെങ്കിൽ കോസ് വരും, കോസ് ആണെങ്കിൽ സൈൻ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും പോയിന്റുകൾ കൂടി ഓർത്തിരുന്നാലാണ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ചില പ്രോബ്ലംസ് നമ്മൾ
ഇത് അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ, അതായത് അടുത്ത എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഒരുക്കുന്ന ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് കേട്ടാ. അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, അതാണ് നമ്മൾ ഇപ്പോ മനസ്സിലാക്കിയത്. ഇനി കഴിഞ്ഞ ക്ലാസ്, അതായത് SCRT സൊല്യൂഷൻസ് നമ്മൾ എക്സസൈസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു 3 ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു 3 ട്രയാങ്കിൾ. അതൊരു ട്രയാങ്കിൾ സാർ ഇവിടെ എഴുതിയാൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണോ എന്ന് അറിയില്ല. ഇക്വലാറ്റർ ഒന്നും അല്ല, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ, ഇക്വലാറ്റർ അല്ല. ഓക്കെ, ഇക്വലാറ്റർ ആണെങ്കിൽ ഒരു ആംഗിൾ വരില്ല. എന്നിട്ട് ഇവിടെ ഒരു 30 ഡിഗ്രി തന്നു. ഓക്കെ, 30 ഡിഗ്രി തന്നു. അതിന്റെ താഴെ 3ഉം 2 സെന്റിമീറ്റർ ആണ് തന്നത്, അതായത് 3 സെന്റിമീറ്റർ ആൻഡ് 2 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളപ്പോൾ സാറ് അത് ചെയ്ത് കാണിച്ചതെന്നാണ് നിങ്ങൾക്ക്. ഒന്ന് നമ്മൾ സൈനിങ് ബോക്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തി ഈ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട്. രണ്ടാമത്തത്, ഇത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം കേട്ടോ, പാർട്ട് 3 കാണണം. ഓക്കെ, രണ്ടാമത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനിങ് ബോക്സിന്റെ ആനൊക്കെ ഉപയോഗിച്ചിട്ട് അത് ചെയ്തു. ഇനി മൂന്നാമതൊരു മെത്തേഡ് കൂടി തന്നെ, അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ സാർ വരയ്ക്കാൻ പറഞ്ഞു. ഇതാണ് ഹൈറ്റ് എന്ന് പറഞ്ഞു, ഇത് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി വരുമ്പോ 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇതെന്താണ് 90 ഡിഗ്രി. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ് 1ഉം, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ് √3, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ് 2 ആണ്. അപ്പോ 1:√3:2 എന്നൊക്കെ പഠിപ്പിച്ചു അല്ലെ. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള 2 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 2 ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ പകുതി ഇവിടെ ഉണ്ടാവും, അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ അത് 1 തന്നെയായിരുന്നു, ഹൈറ്റ് എന്താണ് 1 തന്നെയായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഹാഫ് BH എന്നൊക്കെ പറഞ്ഞിട്ട് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 1 എന്ന് എഴുതി. അതായത് 3/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ഏരിയ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇതാണ് നിങ്ങൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ ചെയ്തത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു. ഓക്കെ, ഇത് കൂടാതെ ഹൈറ്റ് കാണാനായിട്ട് വേറെ മെത്തേഡ് ഉണ്ടോ എന്ന് വെച്ചപ്പോ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് സൈൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് സാർ പറഞ്ഞു. അങ്ങനെ സാർ അവിടെ പഠിപ്പിച്ച സമയത്ത് സാർ എന്താ പറഞ്ഞത്, നിങ്ങളുടെ ഹൈറ്റ് എന്ന് എടുക്കുക, ഇതിനൊരു പേര് കൊടുക്കുക ABC. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നേരെ ഇങ്ങനെ എടുത്തു, ഇവിടെ A നെട്ടു, ഇവിടെ B നെട്ടു, ഇവിടെ C നെട്ടു, ഇതെന്താണ് 30 ഡിഗ്രി, ഇവിടെ എത്രയാണ് 2, ഇത്രേ തന്നിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് അത് നോക്കി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, 30ന്റെ ഓപ്പോസിറ്റ് സൈഡ് എനിക്ക് കണ്ടുപിടിക്കണം, അതാണ് മിസ്സിങ്. ഓക്കെ, എനിക്ക് എന്താ തന്നിരിക്കുന്നത് 90 ഡിഗ്രിയുടെ നേരെ, അതായത് ഹൈപ്പോട്ടിനസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു മക്കളെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടിനസ് തന്നിട്ടുണ്ട്. ഇപ്പൊ സൈൻ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്ന് സാർ അവിടെ പഠിപ്പിച്ചു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കേണ്ടത്, ഹൈപ്പോട്ടിനസ് തന്നിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ട ഒരു സൈഡും തന്ന ഒരു സൈഡും ഉണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ട സൈഡും തന്ന സൈഡും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിവൈഡർ ബൈ ഹൈപ്പോട്ടിനസ് നമ്മൾ പഠിച്ചേക്കുന്ന റേഷ്യോ സൈൻ ആണ്. ആംഗിൾ ഇവിടെ 30 ആണ്. അപ്പൊ എന്ത് ചെയ്തു, സൈൻ 30 എന്ന് എഴുതാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് അഥവാ AC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ഇവിടെ 2 ആണ്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് സൈൻ 30ന്റെ വാല്യൂ അതിന്റെ താഴെ എഴുതാൻ പറഞ്ഞു. സൈൻ 30ന്റെ വാല്യൂ എന്താണ്, സൈൻ 30ന്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ എന്താണ് 2. അപ്പൊ അത് കാണാപ്പാടെ അറിഞ്ഞിരിക്കണം. 1 ഡിവൈഡ് ബൈ 2 is equal to AC by 2. ഓക്കെ, 2 ഗെറ്റ് ക്യാൻസൽ, AC is equal to 1 എന്ന് അങ്ങനെയും കണ്ടുപിടിക്കാന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ, വീണ്ടും നിങ്ങൾ ഹൈറ്റ് കണ്ടെത്തി, വീണ്ടും ഫോർമുല ഹാഫ് BH എന്ന് എഴുതി, is equal to എന്താണ് ഹാഫ് ഇൻറ്റു ബേസ് 3, ഹൈറ്റ് 1, അഗെയിൻ 3/2 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇതാണ് 2 മെത്തേഡുകൾ നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്നത്. ഒന്ന് റേഷ്യോ ഉപയോഗിച്ച് ഹൈറ്റ് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാം. രണ്ടാമത്തത് ഇതുപോലെ സൈൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, മൂന്നാമതൊരു കാര്യമുണ്ട്, അതാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചു കേട്ടോളൂ. മൂന്നാമതൊരു കാര്യമുണ്ട് മക്കളെ, നേരിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഹൈറ്റ് ഒന്നും നിങ്ങൾ ഇവിടെ വരച്ച് കഷ്ടപ്പെടണ്ട, ഹൈറ്റ് ഒന്നും കണ്ടുപിടിക്കണ്ട. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോ ദേ നോക്കൂ, നിങ്ങളുടെ മുന്നില് ഇവിടെ ഒരു വശമുണ്ട്, ഇവിടെ ഒരു വശമുണ്ട്, അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഹാഫ് എന്ന് എഴുതുക, ഇൻറ്റു താഴെയുള്ള വശം
ഇൻറ്റു ഇവിടെയുള്ള വശം ഇൻറ്റു കണ്ടോ, അത്രയും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഹാഫ് എന്ന് എഴുതാം, ഹാഫ് ബി എച്ചിലെ ഹാഫ് എന്ന് എഴുതാം, താഴെയുള്ള വശം ഇവിടെയുള്ള വശം. അത്രയും ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? അതിന്റെ ഇടയിലുള്ള ആംഗിൾ, ആ ആംഗിളിന് മുന്നിൽ എന്ത് ചേർക്കണം? ഒരു സൈൻ ചേർക്കണം, സൈൻ 30. സോ നമുക്കൊന്ന് നോക്കാം ശരിയാണെന്ന്. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു എത്രയാണ് സൈൻ 30 എന്ന് പറഞ്ഞാൽ? സൈൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് 1 1/2, 1 divided by 2. So what happened മക്കളെ? ഈ 2 get cancel. 1 into 3 3/2 centimeter square. നേരത്തെ കിട്ടിയ സെയിം ആൻസറിനെ നിങ്ങൾക്ക് ഇവിടെ കിട്ടി വിത്തൗട്ട് ഫൈൻഡിങ് ദ ഹൈറ്റ്. മനസ്സിലായോ? അതാണ് ട്രിഗണോമെട്രിയുടെ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്ത ഈ ഫോർമുല നമുക്ക് എങ്ങനെ പഠിക്കാം മക്കളെ? നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ എ എന്ന് പേരിടാം, ഇവിടെ ബി എന്ന് പേരിടാം, ഇവിടെ ഒരു ആംഗിൾ തീറ്റ എന്ന് ഇടാം. ഓക്കെ, ദെൻ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എ ബി സൈൻ തീറ്റ. ഇതാണ് ഇതിന്റെ ഫോർമുല. ഇത്രേ ഉള്ളൂ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം മക്കളെ. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, മറ്റേ സൈഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഹാഫ് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കണം, എ ഇൻറ്റു ബി. ദെൻ സൈൻ എഴുതിയിട്ട് ഈ ആംഗിൾ എഴുതാം, സൈൻ തീറ്റ. ഫിനിഷ്. ഏതാണ് എളുപ്പം? ഇതല്ലേ എളുപ്പം? ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചടപടയും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കും. അപ്പൊ നമ്മള് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ സാറ് ഇതേപോലെ തന്നെ മറ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, വേറെ അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് തന്നിരുന്നത് എന്തായിരുന്നു? സെയിം ട്രയാങ്കിൾ തന്നെ നമുക്ക് വേറെ രണ്ട് ദിവസം 45 ഡിഗ്രിയുടെയും തന്നിട്ടുണ്ടായിരുന്നു. സെയിം ട്രയാങ്കിൾ തന്നെ നമുക്ക് എന്താണ് 60 ഡിഗ്രിയുടെയും തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അവിടെ വാല്യൂസ് എല്ലാം എന്താണ്? സെയിം ആണ് വാല്യൂസ്. അപ്പൊ ഇതിന്റെ ഏരിയ ആണ് എന്താ മക്കളെ? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു സൈൻ എത്രയാണ്? 45 അല്ലെ? ഇതിന്റെ ഏരിയ എന്താണെന്ന് പറഞ്ഞ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു സൈൻ എത്രയാണ് എഴുതേണ്ടത്? 60 ഡിഗ്രി. ഓക്കെ, 2 get cancel. 3 into sin 45 എത്രയാണ്? sin 45 1/√2. സോ ആൻസർ 3 into 1 3/√2 എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. √2 കളയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടി √2 മുകളിലും താഴെയും ഗുണിക്കുക. സോ ദിസ് ബിക്കം 3√2 divided by √2 2 സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടോ? അതുപോലെ ഇവിടെ കാണാൻ വരുമ്പോൾ എന്താണ്? 2 get cancel. 3 എന്താണ്? sin 60. 3 into sin 60. sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ്. √3 എന്താണ്? 2. മനസ്സിലായോ? ദിസ് ഈക്വൽ ടു 3√3 എന്താണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ട്രിഗണോമെട്രി ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ? ഇവിടെയും കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ പ്രോബ്ലം എടുത്ത് നോക്കി. കഴിഞ്ഞ എക്സസൈസിലെ ഒന്നാമത്തെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ അവിടെ പാരലോഗ്രാം ആണ്, ട്രയാങ്കിൾ അല്ല, പാരലോഗ്രാം ആണ്. ഓക്കെ, ആയിക്കോട്ടെ. പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? പാരലോഗ്രാമിന്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ തന്നിരുന്ന ആ പാരലോഗ്രാം ഒന്ന് സാറ് വരയ്ക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ആദ്യം തന്നിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരുന്ന പാരലോഗ്രാം ഇങ്ങനെയായിരുന്നു അല്ലെ? ഇവിടെ 45 ഡിഗ്രി തന്നിരുന്നു. ഇവിടെ താഴെ എത്രയായിരുന്നു? താഴെ 4 സെന്റിമീറ്ററും ഇവിടെ 2 സെന്റിമീറ്ററും തന്നിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് ഒരു ലൈൻ വരച്ചു, ഇതൊരു ട്രയാങ്കിൾ ആക്കി മാറ്റി അല്ലെ? ക്ലിയർ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു വശം എന്താണ്? റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മുന്നത്തെ വീഡിയോ കാണുക. ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതൊന്നും ചെയ്യാതെ ഈ രണ്ട് വശവും അതിന്റെ ഇടയിലുള്ള ഈ ആംഗിളും തന്നാൽ നേരത്തെ ചെയ്ത പോലെ ഹാഫ് ഇല്ല എന്നോ? ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇല്ല, ഹാഫ് വേണ്ട. അപ്പൊ എ ബി സൈൻ തീറ്റ, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 4 ഇൻറ്റു സൈൻ എന്താണ്? 45 ഡിഗ്രി ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 45 1/√2. അപ്പൊ നമുക്കറിയാം √2 കളയാൻ വേണ്ടി √2 ഇവിടെ മുകളിലും താഴെ കുടിക്കുക. സോ ദിസ് ബിക്കം 8 ഇൻറ്റു 1 ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2 വെട്ടിപ്പോകുമ്പോൾ ഇവിടെ എന്താണ്? 4 കിട്ടും. 4√2 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട് അതിന്റെ എക്സസൈസുകളൊക്കെ ചെയ്ത് വന്ന കുട്ടികളാണെങ്കിൽ പോയി നോക്കിയെന്ന് ഇത് തന്നെയല്ലേ ആൻസർ? അതെ. ഓക്കെ, അതിന് ശേഷം ഒരു ആംഗിൾ മാറ്റി തന്നു, നമുക്ക് ഒരു 60 ഡിഗ്രി തന്നു. അപ്പൊ 60 ഡിഗ്രി ആണ് ഇവിടെ തരുന്നെങ്കിൽ വേറെ ഒന്നും മാറ്റം വരുത്തിയിട്ടുണ്ടായില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെ
60 ഡിഗ്രിയാണ് തന്നത്. ഇപ്പൊ നിങ്ങൾ SSLC എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എക്സസൈസ് പഠിച്ച മെത്തേഡ് തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഈ രീതി ചെയ്ത് പെട്ടെന്ന് ആൻസർ കിട്ടൂലേ? അപ്പൊ 60 ഡിഗ്രി ആണെങ്കിൽ എന്താണ് ആൻസർ നോക്കാം മക്കളെ. സെയിം ഫോർമുല തന്നെയാണ്. 2 × 4 × സൈൻ എന്ത് ചെയ്യണം? 60 ഡിഗ്രി ചെയ്യണം. സോ 8 × സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ 60 സൈൻ ഓപ്പോസിറ്റ് √3/2. അപ്പോൾ സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സോ 2 ഗെറ്റ് ക്യാൻസൽ 4 √3 എന്താണ് സെന്റിമീറ്റർ. എന്ത് എളുപ്പം കഴിഞ്ഞു നോക്കി. മറ്റേത് നമ്മൾ താഴേക്ക് വരച്ചു, റേഷ്യോ ആലോചിച്ച്, മിസ്സായ സൈഡ് ആലോചിച്ച്, കണ്ടുപിടിച്ച് ഇതൊരു സമയം പോയി. ഇവിടെ കണ്ടോ, വളരെ ഈസി ആയിട്ട്. ഓക്കെ, ക്ലിയർ, മനസ്സിലായി. സപ്പോസ് ഈ ആംഗിൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള 45ഓ 60ഓ 30ഓ അല്ല, വേറെ ഏതെങ്കിലും ആംഗിൾ വന്നോടെ. ആംഗിൾ ഇത് മാത്രമല്ല ഉള്ളൂ. 35 വരാം, 37 വരാം, 46 വരാം, 12 ഡിഗ്രി വരാം, 7 ഡിഗ്രി വരാം, അങ്ങനെ ഏത് ആംഗിൾ വേണമെങ്കിലും വരാം. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, യെസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എത്ര ഡിഗ്രി കൊടുക്കാം? 40 ഡിഗ്രി കൊടുക്കാം. സെയിം പാരലോഗ്രാം ആണ്. പാരലോഗ്രാം സെയിം ആണ്. ഇവിടെ നമുക്ക് 40 ഡിഗ്രി കൊടുക്കാം. സപ്പോസ് എ ബി സി ഡി എന്ന് പറയുന്ന പാരലോഗ്രാം. ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത ഫസ്റ്റത്തെ മെത്തേഡ് അനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ഹൈറ്റ് കണ്ടുപിടിക്കാം. പക്ഷെ അപ്പോഴിവിടെ 40 ആണ്. 40 നിങ്ങൾ പഠിച്ചിട്ടില്ല. ആകെ നിങ്ങൾക്ക് അറിയാവുന്ന 30, 45, 60 ഇത്രയും അറിയാം. അപ്പൊ 40 വന്നാൽ എന്ത് ചെയ്യും? അതിനാണ് മക്കളെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ ബാക്കിലായിട്ട് നോക്കുക. അതിന് എവിടെയാണോ കിടക്കുന്നത് വെച്ചാൽ അവിടെ പോയി നോക്കുക. നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം. ട്രിഗണോമെട്രി റേഷ്യോസിന്റെ ഒരു ടേബിൾ കാണാം. അതിനകത്ത് സൈനിന്റെ നേരെ സൈൻ 40 ഡിഗ്രിയുടെ നേരെ എന്താണ് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ നിങ്ങൾ നോക്കുക. ഓക്കെ, ആ ടേബിളിൽ. കാരണം ഇതൊരിക്കലും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. പരീക്ഷയ്ക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ തരും. സൈൻ 40യുടെ വാല്യൂ തരും, കോസ് 40യുടെ വാല്യൂ തരും, ടാൻ 40യുടെ വാല്യൂ തരും. മൂന്നെണ്ണം തരും നമ്മളെ പറ്റിക്കാനായിട്ട്. അപ്പൊ നമുക്ക് അതിന് സൈൻ ആണോ വേണ്ടത്, കോസ് ആണോ വേണ്ടത്, ടാൻ ആണോ വേണ്ടത്, നമ്മൾ എന്താണ് സ്വയം തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ ആരാണ് വേണ്ടത്? സൈൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഫോർമുല ആദ്യം എഴുതാം. ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്? താഴെയുള്ള വശം 4 ഇൻറ്റു ഈ ഒരു വശം 2 ഇൻറ്റു സൈൻ 40. അപ്പൊ സൈന് 40 ഡിഗ്രി. മക്കളെ ഇത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ആദ്യം കാണപ്പെടാൻ പഠിക്കാൻ പറ്റില്ല. എനിക്ക് പോലും പറ്റൂല. ഇതെന്താണ്? ആർക്കും പറ്റില്ല. കാരണം 90, 99 വരെയുള്ള വാല്യൂസ് കാണപ്പെടാൻ പഠിക്കാൻ പറ്റൂല. അപ്പൊ അത് നമുക്ക് തരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നോക്കി ബാക്കിൽ നോക്കിയിട്ട് അതിന്റെ വില കണ്ടുപിടിക്കുക. 4 × 2 8 ഇൻറ്റു സൈൻ 40. അങ്ങനെ സാറ് കണ്ടുപിടിച്ച വില എന്ന് പറയുന്നത് 0.6427. 0.6427. ഓക്കെ, ഇനി നിങ്ങൾ 8 കൊണ്ട് ഗുണിക്കുക. 8 കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് 5.14 അപ്രോക്സിമേറ്റ്ലി. കേട്ടാ, കുറെ വലുത് ഇങ്ങനെ കിട്ടും. ഇത് കിട്ടും സെന്റിമീറ്റർ സ്ക്വയർ. കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ 40 എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൽ പഠിച്ചിട്ടില്ല. ആ ഒരു കേസസിൽ മാത്രം, അതായത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, ഈ 3 ഡിഗ്രി ഒഴികെ ബാക്കി ആര് വന്നാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരവും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. സൈൻ മാത്രം തരൂല അവര്, കോസും തരും, ടാനും തരും. നമുക്ക് എന്താണോ അവിടെ ആവശ്യം. ചിലപ്പോൾ നമുക്ക് ടാൻ ആയിരിക്കും ആവശ്യം. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ടാൻ ആണ്. അപ്പൊ ടാൻ എടുത്ത് ചെയ്യണം. സൈൻ എടുത്ത് ചെയ്ത് ചിലപ്പോൾ അവിടെ തെറ്റിപ്പോകും. അപ്പൊ ഏതാണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ ആ വാല്യൂസ് എടുത്ത് ചെയ്യണം. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ മക്കളെ, ഒന്നുമില്ല. നമുക്കൊരു പാരലോഗ്രാമാണ് തന്നിരിക്കുന്നതെങ്കിൽ കണ്ടോ, ഇങ്ങനെയുള്ള ഈ 2 വശങ്ങൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുണിക്കേണ്ടത്. അതിന്റെ ഇടയിലുള്ള ആംഗിളാണ് നമ്മൾ എന്ത് വരുന്നത്? സൈൻ. അല്ലേ, അത് സൈൻ, മറ്റേത് ഗുണിക്കേണ്ടത്. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. കഴിഞ്ഞോ സാറേ? ഇല്ല, ഒരു സ്പെഷ്യൽ കേസും കൂടി ഉണ്ട്. സപ്പോസ് ഇത് എന്ന് പറയുന്നത് ഒരു 120 ഡിഗ്രി ആണെന്ന് 40 പോയി. 40 എന്ന് പറയുന്നത് 120 ആണ്. ഡിഗ്രി. അപ്പൊ 120 ഡിഗ്രി ഇങ്ങനെ വരുന്നുണ്ടോ? ഇത് ചെറുതല്ലേ, ഇങ്ങനെ ആയിരിക്കും വരെ അല്ലെ? അപ്പൊ നമ്മുടെ ഫിഗർ മാറും. സപ്പോസ് നമുക്കറിയാം ഇവിടെ ഇത്രയും വന്ന 90 അല്ലെ? ഒരു 100, 110, ഒരു 120, 120 ഡിഗ്രി. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ പാരലോഗ്രാം പോകുന്നത്. ഓക്കെ, ക്ലിയർ?
അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഹൈറ്റ് എടുക്കുക. ഈ 120 ഇവിടെ ടോട്ടൽ എത്ര വരും? 150 വരും. അപ്പൊ 150 120 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എതിരിട്ട് 60 കിട്ടും. 60 ഡിഗ്രി കൊടുക്കും. ഓക്കെ, ഇത് 2 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. എന്നിട്ട് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ 60 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട്, ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടനസ് ഉപയോഗിച്ചുകൊണ്ട് ഈ മിസ്സായ വശം കണ്ടുപിടിക്കുക. എന്നിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്ത ഏരിയ. അതൊരു മെത്തേഡ്. അതാണ് നമ്മൾ മുന്നേ പഠിച്ച 2 മെത്തേഡില്. ഒന്നില്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ ട്രിഗണോമെട്രിക് ഉപയോഗിച്ചിട്ട് ഈ വശം കണ്ടുപിടിച്ചിട്ട് ചെയ്യാവുന്ന ഒരു രീതി. അല്ല, ഇതൊന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സാർ? അതെങ്ങനെ ചെയ്യും? ഇവിടെ 120 അല്ലേ, ആ ടേബിളിൽ നിർത്താൻ പോലെ അല്ലേ? ഇല്ല, ടേബിൾ ഇല്ല, 120 ടേബിൾ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മളൊരു കാര്യം പഠിപ്പിച്ചത്, എന്താ? സൈൻ 120. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ 120 നമുക്ക് എങ്ങനെ കിട്ടും? സൈൻ 180 നിന്ന് 60 കുറച്ചാൽ എന്ത് കിട്ടും? 120 കിട്ടും. ശരിയാണോ? നമുക്ക് സൈൻ 180 60 കുറച്ചാൽ 120 കിട്ടും. അപ്പൊ നമ്മളൊരു തിയറി കുറച്ചു നേരം മുന്നേ സാർ നിങ്ങളെ പഠിപ്പിച്ചു. സൈൻ 180 ഡിഗ്രിന്ന് എക്സ് കുറച്ചാൽ ആൻസർ എന്തായിരിക്കും? സൈൻ ആ എക്സ് തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ സൈൻ 180 60. സാർ എന്തുകൊണ്ടാണ് 180 60 കുറച്ചത്? 120 കിട്ടണമെങ്കിൽ 180 60 കുറച്ചാലും കിട്ടുമോ? അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പൊ ഉത്തരം എന്തായിരിക്കും? സൈൻ എഴുതണം. സൈൻ എന്ത് എഴുതണം? 60 എഴുതണം. 60. മനസ്സിലായോ? അപ്പോ എനിക്കിവിടെ 2 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ എന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 × 4 × സൈൻ 120. സൈൻ 120. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇത് 8 ആക്കി ഇൻറ്റു സൈൻ 120 ഞാനാക്കി 180 - 60 ആക്കി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × സൈൻ 60. സൈൻ 60 എനിക്കറിയാം, ടേബിൾ പോലും ആവശ്യമില്ല. സൈൻ 60ന്റെ വാല്യൂ എത്രയാണ്? √3/2. സോ ഞാനിവിടെ എഴുതാൻ പോവുകയാണ് 8 × √3/2. സോ 2 2 get cancel for 4√3 സെന്റിമീറ്റർ. കിട്ടിയോ? മനസ്സിലായി? കിട്ടിയോ കുട്ടികളെ? അപ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പഠിച്ചു റേഷ്യോ ഒരിക്കലും മാറ്റമില്ല, കാരണം സിമിലർ ട്രയാങ്കിൾസ് ആണ്. നമ്മൾ കുഞ്ഞു ട്രയാങ്കിൾ പിക്ചർ എടുത്തിട്ട് മൊബൈൽ ഇങ്ങനെ സൂം ചെയ്താൽ വലുതായി കാണും അല്ലെ? അതുപോലെ തന്നെ. എന്നിട്ട് നമ്മൾ പഠിച്ചു ആംഗിൾ നോക്കിയിട്ട് വേണം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നിശ്ചയിക്കാം. താഴെയാണ് ആംഗിളെങ്കിൽ മുകളിലാണ് ഓപ്പോസിറ്റ് സൈഡ്, മുകളിലാണ് ആംഗിൾ താഴെയാണ് ഓപ്പോസിറ്റ് സൈഡ് വരും. എന്നിട്ട് നമ്മൾ പഠിച്ചു റേഷ്യോസ് പഠിച്ചു. സൈൻ, കോസ്, ടാൻ, 3 റേഷ്യോസ്. സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ആംഗിൾസിന്റെ എല്ലാം ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ? സൈനിന്റെ ടേബിൾ. സൈൻ 45 1/√2, കോസ് 45 1/√2, ടാൻ 45 1. സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2, കോസ് 30 √3/2, ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. ഇനി സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2, കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2, ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √3/1, ദാറ്റ് ഈസ് √3. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ മെത്തേഡും ട്രിക്കും ഒക്കെ പഠിച്ചു. എന്താണ്? സൈനിന്റെ നമ്മൾ SOH സോ, കോസിന് നമ്മൾ CH ഖ, പിന്നെ ടാന്റെ നമ്മൾ TOA ടോ എന്ന് പഠിച്ചു അല്ലെ? എന്താണ്? സോ കാട്ടോ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻസ് ആണ്. സോറി, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എന്താണ്? സൈൻ 90 - x ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് അല്ല, കോസ് എക്സ് ആയിരിക്കും. ഉദാഹരണമായിട്ട് സൈൻ 90 - 30 എന്ന് പറഞ്ഞാൽ കോസ് 30 ആയിരിക്കും. പിന്നെ നമ്മൾ 150 പഠിച്ചു. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. എന്താണ്? സൈൻ 150 - x ഇസ് ഈക്വൽ ടു സൈൻ എക്സ് തന്നെ ആയിരിക്കും. സെയിം ആയിരിക്കും. കോസ് 150 - x എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഹാഫ് ഇൻറ്റു ആ 2 വശങ്ങൾ, ഇങ്ങനെയുള്ള 2 വശങ്ങൾ ഉണ്ടാവും. അപ്പൊ എയും ബി ആയിട്ട് എടുത്താൽ ഹാഫ് AB സൈൻ എന്താണ്? ആംഗിൾ. ഓക്കെ, ഇനി അത് നമ്മള് പാരലോഗ്രാമിലേക്ക് വരുമ്പോൾ 2 വശങ്ങൾ AB സൈൻ, ഹാഫ് വേണ്ട, AB സൈൻ ആ ഇടയിലുള്ള ആംഗിൾ പഠിച്ചു. അത് തന്നെ എന്താണ്? വ്യത്യസ്തമായ ഒരു ആംഗിൾ, അതായത് 30 അല്ല, 45 അല്ല, 60 അല്ല, അങ്ങനെ വ്യത്യസ്തമായ ആംഗിൾ ആണെങ്കിൽ ടേബിൾ നോക്കിയിട്ട് വേണം അതിന്റെ വാല്യൂസ് എടുക്കുക. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തണം. അത് തന്നെ ഒരു 120 110 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഖ്യ ആണെങ്കിൽ നമ്മൾ 180 അത് കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ അതൊരു 70 ആണ്, 140 ആണെന്ന് വിചാരിക്കും. 140 ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ 180 140 കുറക്കണം. സപ്പോസ് ഇവിടെ ഒരു 140 ആണെന്ന് വിചാരിച്ചു നോക്കിയാൽ മക്കളെ. അപ്പൊ എന്താണ് മാറ്റം വരാം? 140. കണ്ടോ? അപ്പൊ എന്താ മാറ്റം വരും? 180 എന്ത് കുറച്ചാൽ 140 കിട്ടും? 40 കുറച്ചാൽ 140 കിട്ടും. അപ്പൊ ഉത്തരം എന്താണ്? സൈൻ 40. അപ്പൊ നിങ്ങൾ ടേബിൾ നോക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും സൈൻ 40 ഇത്രയാണ്, കോസ് 40 ഇത്രയാണ്, ടാൻ 40 ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കോർ കൺസെപ്റ്റുകൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ ഫോർമുല എഴുതി വെക്കുക, വീട്ടിൽ ഒട്ടിച്ചു വെക്കുക, എല്ലാ ദിവസവും വായിക്കുക. കാരണം ഇത് വളരെ അത്യാവശ്യം. കേട്ടാ, മറന്നുപോകും.
എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത എക്സസൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ വീഡിയോ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ്. ഈ വീഡിയോ ലൈവിന് ശേഷം നേരെ ഇത് നമ്മുടെ ഓൺലൈനായിട്ട് ചേർന്ന കുട്ടികൾക്ക് നമ്മൾ അയച്ചു കൊടുക്കും. 5 ദിവസത്തിന് ശേഷം ഇത് മെമ്പേഴ്സായി ചേർന്ന കുട്ടികൾക്ക് അൺലിമിറ്റഡ് ടൈംസ് മാർച്ച് വരെ അവർക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഈ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ജോയിനിങ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ സബ്സ്ക്രൈബർ, നോർമൽ സബ്സ്ക്രൈബേഴ്സ് കറക്റ്റ് ആയിട്ട് ലൈവിന്റെ സമയത്ത് വരികയാണെങ്കിൽ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എഴുതി പഠിക്കാം. രണ്ടാമത്തത് ഓൺലൈനേഴ്സ് ആണ്. അതായത് നമ്മുടെ ഒരു വർഷത്തേക്ക് പേയ്മെന്റ് തന്നത്. അതായത് നിസ്സാര പൈസയുള്ളൂ. മാത്സിനാണെങ്കിൽ 1000 റുപ്പീസും കെമിസ്ട്രിക്ക് ആണെങ്കിൽ 900 റുപ്പീസ് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. ഡിസംബർ 1 വരെയാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചേർന്ന് 100 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുക്കും. അവർക്ക് 5 ദിവസം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴെങ്കിലും കാണാം. 5 ദിവസം അവരുടെ മെയിലിൽ ഈ വീഡിയോ ഉണ്ടാവും. സപ്പോസ് 5 ദിവസം കഴിയുമ്പോൾ കാണാൻ പറ്റിയില്ലാണെന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് കൊടുക്കും. ഇതിന്റെ നോട്ട്സും അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ഓപ്ഷൻ അവർക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ മെമ്പേഴ്സ് കണ്ടു കഴിഞ്ഞു. ഇത് ഓൾറെഡി സാറ് മെമ്പർഷിപ്പിൽ ഇട്ടു, ഒരു ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട്. അത് മെമ്പേഴ്സ് ആയ എല്ലാ പിള്ളേരും ഇത് കണ്ടു കഴിഞ്ഞു. എന്നിട്ടാണ് നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പൊ മെമ്പേഴ്സിന്റെ പ്രത്യേകത, ഒരു ബെനിഫിറ്റ്, അവർക്ക് നേരത്തെ വീഡിയോ കാണാൻ പറ്റും എന്നുള്ളതാണ് ലൈവിന്. രണ്ടാമത് ബെനിഫിറ്റ്, 5 ദിവസത്തിന് ശേഷം ഇത് അൺലിമിറ്റഡ് ടൈംസ് അവർക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് നമ്മൾ നോട്ട്സ് അതുപോലെ നേരിട്ട് ഔട്ട് ക്ലിയറിംഗ് ഒന്നുമില്ല. കാരണം അവരെ എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ട്യൂഷൻ പോകുന്നത്. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിള് അത് നിങ്ങൾ ഉപയോഗിക്കുക. ഫീസ് ഇല്ലാത്ത, പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായി എല്ലാ ദിവസവും വന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് ഏതെങ്കിലും വീഡിയോ സാറ് ഏതെങ്കിലും സമയങ്ങളിൽ പ്രീമിയർ ലൈവായിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആ ടൈമിൽ വന്നിരുന്ന് ആ വീഡിയോ കണ്ട് നോട്ടൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് പറയുന്നു. ഇനി വരുന്ന വീഡിയോസിൽ വീണ്ടും ഇതേ കാര്യങ്ങൾ പറയില്ല. കാരണം അത് കൂടുതലും മെമ്പേഴ്സിന് തന്നെ വേണ്ടി പോകുന്ന വീഡിയോ ആണ്. അപ്പൊ അവർക്ക് അത് അറിയാം. ഓക്കെ, അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ സാർ ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്. അപ്പോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മെമ്പേഴ്സ് ആയുള്ള കുട്ടികൾക്കും കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു പേരിന്റെ താഴെ മെമ്പേഴ്സിന് ഒരു സിമ്പിളും കൂടി വരും. അപ്പൊ അത് മറ്റുള്ളവരെ കാണട്ടെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു മച്ച്.